ഗൈസ് ഇന്ന് ഈ ഓലയ്ക്ക് ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. നമുക്കെന്താ വെച്ചാൽ റൈഡ് മോഡ് ആക്കിയിട്ട് നമ്മൾ മോഡ് മാറ്റാൻ നോക്കിയാലും മാറണില്ല. എത്ര പ്രസ് ചെയ്തിട്ടും മോഡ് നോർമൽ അല്ലാതെ വേറെ മോഡും ഇല്ല. നോർമൽ മോഡ് മാത്രമേ കിട്ടുന്നുള്ളൂ. നമ്മൾ റീബൂട്ട് ചെയ്തിട്ടൊന്നും ഒരു മാറ്റമില്ല. റീബൂട്ട് ചെയ്തിട്ടും ഈ കംപ്ലൈൻറ്റ് റെഡി ആയിട്ടില്ല. അപ്പോൾ എന്താ വെച്ചാൽ ബട്ടൺസിൻ്റെ കംപ്ലൈൻ്റ് ആവാം, അല്ലെങ്കിൽ എന്താണെന്ന് നമുക്ക് അറിയില്ല. നമുക്കിതൊന്ന് ആദ്യം ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഈ പോർഷൻ മാത്രം ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഒന്ന് ഇതിന് എൻ്റെ പ്രൊഡക്റ്റ് ഡിസ്കണക്റ്റ് ചെയ്തിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അത് അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലെങ്കിൽ ആവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ വണ്ടിയിൽ ടൂൾസ് കിറ്റുണ്ട്. ഈ കിറ്റിൽ തന്നെ നമുക്ക് എന്തുണ്ട്, അല്ലെങ്കിൽ ഇതിലെ ടൂൾസ് നമ്മളെടുത്തിട്ട് ഇതിൽ ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ഈ അല്ലെങ്കിലാണ് നമുക്ക് ആവശ്യം. ഇതെടുത്തിട്ട് നമുക്ക് ഇവിടെ വയ്ക്കാം. നമുക്ക് ഈ വയർ ആവാനാ ചാൻസ് ഉള്ളത്. ഈ കണക്ടർ ആവാനാ നമുക്ക് ഇതിൻ്റെ കണക്ട് റെഡിയാവും. അപ്പോൾ ഓൾറെഡി നമുക്ക് പവർ ബട്ടൺ വയ്ക്കാൽ കുഴപ്പമില്ല, വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഊരി നോക്കാം. ഊരി നോക്കിയിട്ട് പവർ ബട്ടൺ വർക്ക് ചെയ്യേണ്ടത് നോക്കാം നമുക്ക്. നമ്മളത് കണക്ട് ഊരി. അപ്പോൾ കേസ് നമ്മൾ ഈ കണക്ഷൻ ഊരി ഇതിനാണ് കണക്ഷൻ കൺഫേം ആക്കണമെങ്കിൽ നമ്മൾ ഈ പവർ ബട്ടൺ നോക്കി വെക്കുക. ഇത് ഡിസ്പ്ലേ ഒന്നും വരുന്നില്ല. അപ്പോൾ അതിനാണ് കണക്ഷൻ, അത് നമുക്ക് കൺഫേം ആണ്. അപ്പോൾ ഇത് എന്തെങ്കിലും കോണ്ടാക്റ്റ് തട്ടായോ അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും ഡിസ്കണക്റ്റായി പോയിട്ടുണ്ടോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് കണക്ഷൻ കണക്ട് ചെയ്ത് നോക്കാം. നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പവർ ബട്ടൺ അടിച്ചു നോക്കാം. അപ്പോൾ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. മോഡ് റെഡി ആക്കി നമുക്ക് നോക്കാം. സ്റ്റാൻഡ് തട്ടിയിട്ട് നമുക്ക് സെറ്റ് വെക്കാം. അപ്പോൾ ഗൈസ് ഇത് റെഡി ആയിട്ടുണ്ട്. ഹൈപ്പർ, നോർമൽ, സ്പോർട്സ്, ലോങ് പ്രസ്, എക്കോ. ഓക്കെ, അപ്പോൾ ഗൈസ് റെഡി. ഓക്കെ.